പാചകവാതക വിതരണം നിലച്ചുപോയാൽ നമ്മുടെ വീട്ടമ്മമാർ എന്തു ചെയ്യും? വിറകടുപ്പ് ഉപയോഗിച്ചിരുന്ന ആ പഴയ കാലത്തേക്ക് ഒരു തിരിച്ചുപോക്ക് എത്രമാത്രം പ്രായോഗികമാണ്? ഇന്നത്തെ ജനശബ്ദം ചർച്ച ചെയ്യുന്നു. നമ്മൾ കുറേ നാൾ സബ്സിഡി അനുഭവിച്ചവർക്ക് പിന്നെ അതില്ലാതാകുമ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് കുറച്ച് വിറകും പറമ്പുള്ള കാരണം ഞാൻ അതിൽ ഉണ്ട്. പിന്നെ കുറച്ച് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുക, പിന്നെ അവർ തരാമെന്ന് പറഞ്ഞ ഗ്യാസ് ഉണ്ട് ഉപയോഗിക്കുക. ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളാണ്. ഒരിക്കലും വിറക് ഉപയോഗിക്കൽ നടക്കില്ല. ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ കറണ്ടിൻ്റെ ചാർജ് കൂടി. പെട്ടെന്ന് മറ്റുള്ള സംവിധാനത്തിൽ പല ഘടകങ്ങളുണ്ട്. ഇഷ്ടം പോലെ വിറക് മുറ്റത്ത് കിടന്നാലും ഞാനത് കത്തിക്കില്ല, ഗ്യാസ് തന്നെ ഉപയോഗിക്കുള്ളൂ. എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും, ഒരു ജോലി ഇല്ലെങ്കിലും, വീട്ടിലിരിക്കുന്ന വീട്ടമ്മയാണെങ്കിലും ഞാൻ ഇത് തന്നെ ഉപയോഗിക്കുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധി കളയാവുന്ന ഒരു 50% ആളുകളുണ്ട്. ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് തീരെ പറ്റില്ലല്ലോ, അവിടെ സ്ഥലമില്ല, ആകെ നിന്ന് തിരിയുള്ള എത്ര ഉള്ളവരല്ലേ. നമ്മൾ ഈ ഗ്യാസോട് വളരെ അലിഞ്ഞു ചേർന്ന് പോയി എന്നുള്ളതാണ്. പിന്നെ മിക്ക സ്ഥലങ്ങളിലും രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ്. നമ്മൾ വിറകിലേക്ക് ഇനി തിരിച്ചു പോകാമെന്ന് ആലോചിക്കാൻ തന്നെ പറ്റാത്തൊരു സ്ഥിതി വിശേഷത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നാട്ടിൻപുറത്ത് ധാരാളം നമുക്ക് വിറകും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പക്ഷേ ഈ ഒരു ഇന്ധനക്ഷാമം നമുക്ക് നേരിടുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പോയത് ഇൻഡക്ഷൻ കുക്കറിലാണ്. നാട്ടിൻപുറങ്ങളിലാണ് ഒരു പക്ഷേ കൂടുതൽ ഇൻഡക്ഷൻ കുക്കർ നഗരങ്ങളെക്കാൾ വാങ്ങിയ ഒരു അവസ്ഥയും കൂടി നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ഈ സബ്സിഡി സിലിണ്ടർ കിട്ടിയില്ലെങ്കിൽ പൊതുവേ ഒരു മധ്യ നിലവാരത്തിൽ സാമ്പത്തികമായ സൗകര്യമുള്ളവർ ഇതിനെ ബാധിക്കില്ല, അവരതിലേക്ക് പോകും, സംശയമില്ലാത്ത കാര്യമാണ്. അത് തർക്കമില്ലാത്തൊരു വിഷയം. പക്ഷേ ഒന്ന് ഞാൻ പറയട്ടെ, ഒരു 50% ആൾക്കാർക്കും ജനങ്ങൾക്കും ഈ പാചകവാതകത്തെ വിട്ട് വേറൊരു സന്നിധിക്ക് പോകാൻ എന്നുള്ള വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യമാണ്. കരി പിടിക്കാൻ പാടില്ല, പാത്രങ്ങൾ കരി പിടിക്കാൻ പാടില്ല, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മോഡേൺ കുട്ടികൾക്ക് തോന്നുന്നത്. നമ്മൾ കുറച്ച് പ്രായമായവർ നമ്മളിത് ഉപയോഗിച്ച് ഇതിനൊക്കെ പരിഹാരം കാണുകയാണ് ചെയ്യണം. എണ്ണ കമ്പനികളുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് സ്വന്തം സിലിണ്ടറുകൾ സറണ്ടർ ചെയ്തിട്ട് ഈ റെറ്റിക്കുലേറ്റർ സംവിധാനത്തിന് പോയി പെട്ടെന്നത് കിട്ടില്ല എന്ന് പറയുമ്പോൾ അത് സാധാരണ ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അവരെന്ത് ചെയ്യും? ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ മനുഷ്യന് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ സബ്സിഡി തന്നില്ല പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഗ്യാസ് വാങ്ങാതിരിക്കില്ല. അത് വേറൊരു വശം വളരെ കൂടിയുണ്ടെന്നുള്ളത് പലരും പറയുമായിരിക്കാം. ആ കൂടുന്നതനുസരിച്ച് ജീവിത നിലവാരം മനുഷ്യരുടെ കൂടിയിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ വിറകിനെ ഉപയോഗിച്ചുകൊണ്ടും നാട്ടിൻപുറങ്ങളിലുള്ള വിറകിനെ ഉപയോഗിച്ചുകൊണ്ടും സ്ത്രീകളിൽ ഈ പുക മൂലമുള്ള പ്രശ്നമാണ് അതിൻ്റെ ഒരു പ്രശ്നമാണെങ്കിൽ നമുക്കങ്ങനെ ഒരു പുകയില്ലാത്ത അടുപ്പിനെ ആശ്രയിച്ചും അതിന് പരിഹാരം വേണമെങ്കിൽ കാണാം. ഗ്യാസ് പ്രതിസന്ധിക്ക് ബദൽ സാധ്യതകൾ തേടിക്കൊണ്ട് ഈ പ്രശ്നത്തെ മറികടക്കാൻ ശ്രമിക്കുകയാണ് മലയാളികൾ. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഒട്ടേറെ പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഒരൊറ്റ ദിവസം കൊണ്ട് പഴയ കാലത്തേക്കുള്ളൊരു തിരിച്ചുപോക്ക് നമുക്ക് സാധ്യമല്ല എന്ന് പറയുന്നതിനൊപ്പം ജനങ്ങളെ വലയ്ക്കുന്ന നടപടികളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും പൊതുജനം പറഞ്ഞു വയ്ക്കുന്നു. TCV ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സിജോയ്ക്കൊപ്പം ബൈജു.